ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. നമ്മുടെ പാലക്കാട് തമിഴ്നാട് ബോർഡറിലുള്ള ഓക്സി വാലി എന്ന് പറയുന്ന റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അട്ടപ്പാടിയിലാണ് കേട്ടോ സ്ഥലം വരുന്നത്. അപ്പോൾ കുറേ മലയും താണ്ടി കാടും താണ്ടി പുഴയും താണ്ടി നമ്മൾ അവസാനം ഓക്സി വാലി റിസോർട്ടിലേക്ക് എത്തിയിരിക്കാണ് കേട്ടോ. നല്ല ശാന്ത സുന്ദരമായ പച്ചപ്പ് കലർന്നൊരു സ്ഥലമായിരുന്നു ഓക്സി വാലി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് മലകളൊക്കെ കടന്നിട്ടാണ് നമ്മൾ എത്തിയത്. അതേപോലെ തന്നെ ഒരു മലയുടെ ഒരു സൈഡിൽ തന്നെയാണ് നമ്മുടെ ഓക്സി വാലി റിസോർട്ട് വന്നിട്ട്. അപ്പോൾ ചെന്ന പാടെ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ഒരു ചെറിയൊരു മിനി സൂ കാണാം. അതിൽ കുറേ കിളികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് പതിയെ പതിയെ എല്ലാ വിശേഷങ്ങളും കാണാം. ആദ്യം തന്നെ ചെന്ന് അവിടുത്തെ ഭംഗിയുള്ള നമ്മുടെ റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മുടെ റൂമും കാര്യങ്ങളും എടുക്കണം. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്കും ഒക്കെ തന്നു. വാട്ടർമെലൺ ജ്യൂസ് ആയിരുന്നു തന്നിട്ടുള്ളത്. സോ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് പുറത്തൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ചെക്കിൻ ടൈമിന് സമയമുള്ളത് കൊണ്ട് 2 മണിക്കാണ് കേട്ടോ ചെക്കിൻ ടൈം വന്നിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയ കാരണം അവിടേക്ക് ഒന്ന് പോയി ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാറുക്കുട്ടന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. 3-4 ദിവസമായിട്ട് അവൾ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നും രാവിലെ എണീറ്റിട്ട് പറയും, അമ്മ 2 ഡേയ്സേ ഉള്ളൂ, അമ്മ 1 ഡേ ഉള്ളൂ എന്നൊക്കെ പറയും. അവസാനം നമ്മൾ അവളുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയൊരു ലോൺ ഉണ്ടായിരുന്നു, നിറയെ ചെടികളാണ് കേട്ടോ. അതാണ് ഏറ്റവും പ്രത്യേകത. അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു, ഇതേപോലെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് രാത്രി നമ്മൾ ക്യാമ്പ് ഫയറിനുള്ള പ്ലേസ് ആണ് കേട്ടോ. പിന്നെ അവിടെ ഫിഷ് വളർത്തുന്ന കുളമുണ്ട്, നമുക്കതിൽ മീൻ പിടിക്കാം, ഫിഷിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഒരുപാട് മീനുകൾ ഇങ്ങനെ ബ്ലൂന്ന് കിടന്ന് ചാടുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രൈവറ്റ് ആയിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ പ്ലേസസ് ഉണ്ട്. പിന്നെ പാർക്കുട്ടിൻ്റെ അതേപോലെ തന്നെ കുട്ടികളുടെയും വലിയവരുടെയും ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള സ്വന്തം പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കിളിയും പോയിട്ടുണ്ട്. എല്ലാത്തിലും കയറി ചാടി കുത്തിമറിയാനൊക്കെ തോന്നി. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ചെക്കിൻ ചെയ്ത് ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വേണം ഇവിടെ വന്ന് സെറ്റ് ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോലത്തെ ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ നമ്മുടെ ഓക്സി വാലിയിലുള്ളത്. മഴയുള്ള സമയത്ത് മഴയും, മഴയില്ലാത്ത സമയത്ത് മഴയില്ലാത്ത സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്തോ ഒരു സമയത്ത് മഴ ഉണ്ടായില്ല. അത് കാരണം ഇതേപോലുള്ള റൈഡ്സിലൊന്നും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈസി ആയിട്ട് അതിലൊക്കെ കയറാൻ പറ്റുമായിരുന്നു. പാറക്കുട്ടന് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരുവിധ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവൾ അതിൽ കയറുന്നു, ഇതിൽ കയറുന്നു. പക്ഷെ എല്ലാത്തിലും കയറാനും പേടിയുണ്ട് താനും. അപ്പോൾ ഒന്നിൽ കയറിയിട്ട് അവളിങ്ങനെ ഒഴുകാനായിട്ട് നിൽക്കും, പിന്നെ വിചാരിക്കും വേണ്ടാന്ന്. അപ്പോൾ ഭയങ്കര പേടിയുണ്ട് ആശാത്തിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് നമുക്ക് നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് ഇതിലൊക്കെ കയറാമെന്ന് പറഞ്ഞു. പിന്നെ ഇതേപോലെ നമുക്ക് ചാടി കളിക്കാവുന്ന ഇതൊരു സംഭവമുണ്ട്. അപ്പോൾ അവസാനം നമ്മുടെ റൂമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞ് വില്ലയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നല്ല ക്യൂട്ടായിട്ടില്ലേ, നല്ല ഭംഗിയായിട്ടില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറിയൊരു കയറ്റുണ്ട്. കയറ്റൊക്കെ കയറി വന്നതിന് ശേഷം ഒരു തട്ടുകളിലായിട്ടാണ് ഓരോ വില്ലാസും വരുന്നത്. സോ ആദ്യം കയറി വരുന്നിടത്ത് തന്നെ ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അപ്പോൾ റൂമിൻ്റെ ഉൾഭാഗമൊക്കെ കാണിച്ചു തരാം. ഞങ്ങളുടെ സ്റ്റേ ഉള്ളത് നോർമൽ സ്റ്റേ ആയിരുന്നു. എന്നാലും നല്ല ലക്ഷറീസ് ആയിട്ടുള്ള സ്റ്റേകളൊക്കെ വേറെ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കിട്ടിയ വില്ല തന്നെ നല്ല സ്പേഷ്യസ് ആയിരുന്നു. നല്ല ബെഡ്, അതേപോലെ തന്നെ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാനുള്ള കെറ്റിൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാർക്കുട്ടിനെ ഞാൻ ആദ്യം കിടന്ന് കുത്തിമറിയാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ നമുക്ക് എടുത്ത് വെക്കാനായിട്ട് ഒരു കബോർഡ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൻ്റെ അത്രയും വലിയൊരു വില്ലയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ വെക്കാനുള്ള കബോർഡ് ഇതാണ് കേട്ടോ. അതിലും നല്ല സ്പേഷ്യസ് തന്നെയായിരുന്നു. പിന്നെ TV എല്ലാം ഉണ്ടായിരുന്നു. എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടപ്പോൾ. പിന്നെ ബാത്റൂം നല്ല വലുതായിരുന്നു, നല്ല സ്പേഷ്യസ് തന്നെയായിരുന്നു. നമുക്ക് ചൂടുവെള്ളം തണുത്തുവെള്ളമൊക്കെ കിട്ടാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് അടിക്കാനായിട്ട് പോകുന്നത്. ലഞ്ച് ടൈം ആയിരുന്നു. അപ്പോൾ നമ്മുടെ പോലെ തന്നെ കുറേ ഫാമിലി അവിടെ വന്നിട്ടുണ്ട്. തമിഴ് ഫാമിലീസ് ആയിരുന്നു നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഒരു വെജ് കറിയും അതേപോലെ തന്നെ ചെട്ടിനാട് ചിക്കൻ കറി, വോട്ടെവർ പെപ്പർ ചിക്കൻ എന്തായിരുന്നു എനിക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് ആദ്യം തന്നെ ലഞ്ചിനാണ് വന്നത്. ഇത് നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാവുന്നതായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവർ ഫുഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കെന്താ പറയുക, ഫിംഗർ ലിക്കിംഗ് ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം നമുക്ക് അതേപോലെ റൈസ് വന്നു, എഗ് റൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ വയറ് നിറച്ച് ഫുഡ് അടിച്ചു. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഡ്രസ്സ് മാറിയില്ല കേട്ടോ, അവിടെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചുറ്റി നടന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അവിടെ ഇനിയും ഒരുപാട് പ്ലേസസ് ഉണ്ട്. നേരെ പോയത് അവിടെ നമ്മുടെ സ്പായിലേക്കാണ്. ഭയങ്കര ഒതുങ്ങിയൊരു സ്ഥലത്ത് നല്ല കാം ആൻഡ് കൂൾ അറ്റ്മോസ്ഫിയറിലായിരുന്നു നമ്മുടെ സ്പാ വന്നിട്ട്. സോ നമ്മുടെ ബോഡി മസാജിങ് ഒക്കെ ഉണ്ട്. പാർക്കുട്ടിന് അതിൽ കയറാൻ പറ്റില്ല കേട്ടോ. നമുക്ക് മാത്രമേ, വലിയവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് സ്പാക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ജാക്യൂസി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ജിമ്മിന് മാത്രമായിട്ട് വേറൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ജിമ്മൊക്കെ മിസ്സാക്കണ്ട എന്ന് കരുതുന്നവർക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ട്രെയിനിങ് ഒക്കെ ചെയ്യാം. പിന്നെ കളി ഏരിയയാണ്. കുറേ മോഡേൺ ആയിട്ടുള്ള നല്ല
സൂപ്പർ ഗെയിംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എയർ ഹോക്കി, അതേപോലെ തന്നെ ടേബിൾ ടെന്നീസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളും കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പാറുക്കുട്ടൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവൾ 100-110 സന്തോഷം എന്നൊക്കെ പറയില്ലേ, അതേപോലെയായിരുന്നു. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നല്ല കൂൾ ആൻഡ് കാം അറ്റ്മോസ്ഫിയറിൽ പോയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തു. അതിനുശേഷം കിളികളുടെ കൂടെയൊക്കെ കുറച്ച് നേരം നന്നായിട്ട് നല്ല ഇണങ്ങുന്ന കിളികളായിരുന്നു കേട്ടോ. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ മെയിൻ സ്ഥലത്തേക്ക് പോയി. കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി ഒന്ന് സെറ്റായി. പിന്നെ ഈ കാണുന്നത് അവിടുത്തെ ബാങ്കറ്റ് ഹാളാണ്. പ്രൈവറ്റ് ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ്. ഇറങ്ങാൻ സമയമായിട്ടില്ല, ഞാൻ കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടേക്കൊന്ന് പോയി ചുറ്റി കാണിച്ചു തരാമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ നമുക്ക് അവിടെയുള്ള ലക്ഷറി സ്റ്റേ ആയിട്ടുള്ള ഡീലക്സ്, സൂപ്പർ ഡീലക്സ് അങ്ങനെയുള്ള റൂമുകളിലേക്കാണ് ഈ പോകുന്നത്. സോ അതിനായിട്ട് നമുക്ക് ഇതേപോലുള്ള പ്രൈവറ്റ് ജീപ്പ് സംവിധാനമുണ്ട്. അപ്പോൾ ഓരോ ആയിട്ടാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ബാൽക്കണി സഹിതം എന്താ ഇങ്ങനെയാണ് കേട്ടോ നല്ല പ്രീമിയം ലക്ഷൂറിയസ് സ്റ്റേ വരുന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. റൂമൊക്കെ സെറ്റായിരുന്നു, നല്ല ക്ലാസിക് ലുക്കായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ബാത്റൂമിലൊക്കെ ബാത്ത് ടബൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു. കാണുമ്പോൾ തന്നെ നല്ല പ്രീമിയം റിച്ച് ലുക്ക് അല്ലേ. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഗ്ലാസ് വ്യൂവും കൂടി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കിട്ടുന്ന ആ ഒരു ഭംഗി ഉണ്ടല്ലോ, എൻ്റെ സാറേ അടിപൊളിയായിരുന്നു. ഗ്ലാസ് വ്യൂ അടിപൊളിയായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാനും ഈ മലകൾ ആസ്വദിക്കാനും എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന മലകളും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാം. രാവിലേക്കാണെങ്കിൽ നല്ല മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാമായിരുന്നു. ചെറുതായിട്ടൊരു മഴ വരുന്നതിനൊരു ചാൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു. അതിനുശേഷം വൈകുന്നേരം ഞങ്ങൾ പുറത്തേക്ക് പോയി. ഇന്ന് കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളുണ്ട്. സാറ്റർഡേ ഈവനിങ് അവിടെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഈവനിങ് നമുക്ക് പോയിട്ട് ക്യാമ്പ് ഫയറും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കുറച്ചധികം ഫാമിലികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് അവിടെ നല്ല എന്താ പറയുക, നല്ല ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ പാട്ടും ഡാൻസും അതേപോലെ തന്നെ ട്രൈബൽസിൻ്റെ ഡാൻസും സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കുറച്ച് ആടിത്തിമർത്തിന് ശേഷം നമുക്ക് ബുഫേ ആയിരുന്നു നൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഡിന്നറിന് ബുഫേ ആയിരുന്നു. ഒരുപാട് റൈസും നോൺ വെജും വെജ് ഐറ്റംസും ഒക്കെ ആയിട്ട് നല്ല ലാവിഷ് ആയിരുന്നു ഫുഡ്. നല്ല ടേസ്റ്റി ആയിരുന്നു. അത് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ പാറക്കുട്ടൻ കുറച്ച് റൈസാണ് എടുത്തത്. പിന്നെ പാറക്കുട്ടന് റൈസിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാലഡ്സൊക്കെ അവൾ നന്നായി കഴിച്ചായിരുന്നു. അപ്പോൾ ഞാനും കുഴപ്പമില്ലാണ്ടൊക്കെ നന്നായി തട്ടിവിട്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ കുറച്ച് ഏതൊക്കെ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ബുഫേ ആയതുകൊണ്ട് നമ്മളാകെ കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് സൂപ്പും എല്ലാം അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ പ്ലേറ്റ് നിറച്ച് സാധനങ്ങൾ എടുത്തു. 1, 2, 3 ട്രിപ്പായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ നമ്മളത് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. പാറക്കുട്ടൻ അപ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇത് ഡേ 2 ആയിരുന്നു. ഉറങ്ങി എണീറ്റതിന് ശേഷം രാവിലത്തെ ഒരു കാഴ്ചയാണ്. പാറക്കുട്ടൻ എണീറ്റിട്ടില്ല. അപ്പോൾ രാവിലെ വന്ന് തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതും കോംപ്ലിമെൻ്ററി തന്നെയായിരുന്നു. നമുക്ക് നമ്മുടെ സ്റ്റേയുടെ കൂടി തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇത് വീണ്ടും നമ്മൾ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് നീന്തി കുളിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നന്നായി യൂസ് ചെയ്തു നമ്മൾ പൂളൊക്കെ. അതൊക്കെ കഴിഞ്ഞ് രാവിലെ വീണ്ടും വന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട്. പൂളിൽ നമ്മൾ ആടി തിമിർക്കുന്നത്. അപ്പോൾ വെറുതായിട്ടൊന്ന് മോർണിംഗ് വാക്ക് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇഷ്ടംപോലെ ചെടികളുണ്ട്, വെറൈറ്റി ചെടിയുണ്ട്. അപ്പോൾ ഇത് കണ്ടത് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നൊരു ചെടിയാണ്. യെസ്, അത് തന്നെയാണ് അതിൻ്റെ പേരെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പാറക്കുട്ടൻ ആദ്യമായിട്ട് ഞാൻ കാണിച്ചിരിക്കുമായിരുന്നു. കുഞ്ഞ് പൈനാപ്പിൾ കണ്ടോ പാറക്കുട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പാറക്കുട്ടൻ വേഗം ഓടി വന്ന് കാണായിരുന്നു കേട്ടോ. ഒരുപാട് ചെടികളുണ്ട്, അതാണ് പ്രത്യേകത. എത്രയോ അങ്ങോട്ട് ചെടികളുണ്ടെന്ന് അവിടുത്തെ മാനേജർ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ പാറക്കുട്ടൻ കളി തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം വന്നിട്ടുള്ള തൃശ്ശൂരിൽ നിന്നുള്ള സ്റ്റേ ഉള്ള കുറച്ച് അധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും അതേപോലെ തന്നെ വേറെ എന്താ പറയുക, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അവരൊക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. ഞാനും പരമാവധി നന്നായി യൂട്ടിലൈസ് ചെയ്തു. കാരണം നമുക്ക് ഇതേപോലെ പുറത്തൊക്കെ പോയാലല്ലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞാനും ഇതേപോലെ കുട്ടികളെ പോലെ തന്നെ ആടാനും പാടാനും ഇവരുടെ കൂടെ ഡാൻസ് ചെയ്യാനും ഒക്കെ കൂടിയിട്ടോ. ഭയങ്കര സന്തോഷം. ഭേദമന്യേ നമ്മൾ അവിടെ ഓരോ ആളുകൾ വന്ന് ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര നമുക്ക് മോട്ടിവേഷനുമാണ്, ഇൻസ്പയർഡുമാണ്. ഞാൻ ഇവർ കളിക്കുന്നത് കണ്ടിട്ട് ആക്ച്വലി ഒരു 50-60 വയസ്സുള്ള ചേച്ചിമാർ ആൻറ്റിമാരൊക്കെയാണ് ഇവിടെ വന്ന് കളിക്കുന്നത്. ഞാൻ ഭയങ്കര ഇൻസ്പയർഡായി. ആ സമയം കൊണ്ട് പാർക്കുട്ടി ഞാൻ കുറച്ചു നേരം ഒന്ന് ഫിഷിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഫിഷിങ് ചെയ്യാണ്. പിന്നെ ഇവിടുത്തെയുള്ള മെയിൻ താരാണ് നമ്മുടെ ഇഗ്വാന. വലിയ വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സുഖിച്ചിരിക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ട് അല്ലേ, വലുതാണ് കേട്ടോ. അതിനുശേഷം ചുമ്മാ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പിലൊക്കെ കയറി കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിച്ചു. പിന്നെ കുറച്ച് കുതിരകൾ 2 പേരുണ്ടായിരുന്നു, അവരുടെ അടുത്ത് പോയിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ലഞ്ചാണ് കേട്ടോ. ലഞ്ചും ഇവിടെ ബുഫേ തന്നെയായിരുന്നു. വീണ്ടും ഒരുപാട് ഐറ്റംസ്. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായി വെട്ടി വിഴുങ്ങി തന്നെ പറയാം. സോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ 2 ദിവസം പോയത് അറിഞ്ഞില്ല.
അത്രയും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഓക്സി വാലി റിസോർട്ടിൽ പോകാൻ ആഗ്രഹമുള്ളവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു, നിങ്ങളും അപ്പോൾ എൻ്റെ കൂടെ വന്ന് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.